ഹലോ. അപ്പോൾ നമുക്കൊരു കുറഞ്ഞ ചിലവിൽ കുക്കുവിന് ചെറിയൊരു കൂടുണ്ടാക്കി എടുത്താലോ? ഇതിനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഒരു ചെറിയ ബോക്സ് മാത്രമാണ്. ഇതേപോലത്തെ ഒരു ബോക്സ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഒരു കാർഡ്ബോർഡ് ബോക്സ്. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ദാ ഈ ഒരു ഭാഗം എടുത്തിട്ട് അവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ക്വയർ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരയ്ക്കണം. അതിനായിട്ട് ഇതേപോലെ സ്കെയിലും പെന്നൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൃത്തിയിൽ വരച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ വൃത്തിയിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. വെറുതെ ഒരു ലൈൻ ഇട്ട് വരയ്ക്കുന്നതിനേക്കാളും നന്നായിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അതേപോലെ ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചിട്ടെടുക്കുക. ഈ ഒരു ബോക്സ് ഏറെക്കുറെ ഒരു ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഈ സ്ക്വയർ എല്ലാവരും റെക്റ്റാങ്കിൾ പോലെ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഷേപ്പിലുള്ള ബോക്സ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. വൃത്തിയിൽ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആവുക ഇതേപോലത്തെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. കുറച്ചുകൂടെ വൃത്തി കിട്ടും. എന്നിട്ട് ഇതേപോലെ ആ ലൈൻ ഫുള്ള് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ പീസ് അങ്ങ് എടുത്ത് ഒഴിവാക്കുക. അപ്പോൾ കണ്ടോ, ഒരു റൂം പോലെ കിട്ടി നമുക്ക്. കണ്ടോ, നല്ല രസമല്ലേ? അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു സൈഡ് ഇവിടെ നമ്മൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രണ്ട് സൈഡും ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഈ സൈഡും പോലെ വരുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയുള്ള ആ ഒരു ഭാഗങ്ങളെ പിന്നെ രണ്ട് സൈഡും അതേപോലെ ഒരു വിൻഡോ ആയിട്ടാണ് നമുക്ക് വേണ്ടതിനേക്കാളും കൂടുതലായിട്ട് രീതിയിൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ടോ കത്തിൻ്റെ ഉപയോഗിച്ച് കട്ട് ചെയ്യും. കണ്ടോ, ഇപ്പോൾ ഒരു വിൻഡോ പോലെ നമുക്ക് അവിടെ കിട്ടി. മുന്നിലൊരു ഓപ്പണിങ്ങും. ഇനി നമുക്ക് റൂഫ് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ഫുള്ള് സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ഉണങ്ങണതൊന്നും നമ്മൾ ഇതേപോലെ വേറൊരു പീസും കൂടി എടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് എടുക്കുക, പിൻ ചെയ്ത് വെക്കുക. ഒക്കെ വെച്ച് ഉണങ്ങി എന്നിട്ട് ആ റൂഫ് അവിടെ അങ്ങനെ സെറ്റ് ആവണ വിധത്തിലാണ് നമ്മൾ വെക്കേണ്ടത്. സ്റ്റാപ്ലറിൻ്റെ പിൻ എടുത്തിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. കണ്ടോ, എന്നിട്ട് ഈ ആ റൂഫ് ഇങ്ങനെ ചാരി വെച്ചാൽ മതി ഇതിൻ്റെ മുകളിൽ. വേറെ അതും ഒട്ടിച്ചൊന്നും കൊടുക്കണ്ട. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ടാപ്പ് വെച്ച് ഒട്ടിക്കുക. ഏത് ടാപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മാസ്കിൻ്റെ അതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ റൂഫ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഏറെക്കുറെ ഒരു റൂഫിൻ്റെ രൂപമായി. പക്ഷേ പോരാ, നമുക്കിനി ഓടും കൂടെ സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, ചെറുതായിട്ട് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഓട് വരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പശ തേക്കുക. പശ കുറച്ചും കൂടി ഇതേപോലത്തെ ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണിൻ്റെയൊക്കെ ഗമ്മ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒട്ടിച്ച ആ ഒരു ടാപ്പ് ഒരു പ്ലാസ്റ്റിക് മോഡലാണല്ലോ. അപ്പോൾ നമ്മൾ വേറെ ലൂസ് പശയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ കാർഡ്ബോർഡ് അവിടെ കറക്റ്റായിട്ട് ഒട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാവരും ഇതേപോലത്തെ ഫെവിക്കോളോ ഗ്ലൂ ഗണ്ണോ അങ്ങനത്തെയൊക്കെ കുറച്ച് ഹാർഡായിട്ട് നിൽക്കുന്ന പശ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതേപോലെ ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ ഓരോന്നോരോന്ന് അറ്റാച്ച് ചെയ്ത് വരുമ്പം തന്നെ പെർഫെക്റ്റായിട്ട് നമുക്കൊരു ഓട് പോലെ തന്നെ തോന്നും. കണ്ടോ, നല്ല രസമില്ലേ? അങ്ങനെ എല്ലും ചെയ്തെടുക്കുക. അങ്ങനത്തെ കുറച്ച് എണ്ണം മതി. എന്നിട്ട് ഫുള്ള് ഇതേമാതിരി ചെയ്തെടുത്തതിന് ശേഷം നല്ല ഭംഗിയില്ലേ? എന്നിട്ട് നമ്മൾ മുകളിലും ഇതൊരു ടാപ്പ് ഒട്ടിക്കുക. ആക്ച്വലി പെയിൻറ്റിങ് തുടങ്ങിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ് ഫുൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനി ഇപ്പം അതേപോലെ ട്രൈ ചെയ്തൊക്കെ വീഡിയോ